ഞാൻ ഇപ്പോൾ ഡൽഹി യാത്രയിൽ പോയായിരുന്നു. ഡൽഹിയിൽ വൺ ഡേ ടൂർ അത് മനോഹരമായിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. ഡൽഹി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വൺ ഡേ ടൂറാണ്. നമ്മൾക്കൊരു ദിവസം മുഴുവൻ കൊണ്ട് ഡൽഹി ഒരു ഓട്ടപ്രദർശനമായിട്ട് കാണാൻ കൊള്ളാം. അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ ചാർജിലാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു 500 രൂപയ്ക്കകത്ത് നമുക്ക് ഡൽഹി പ്രദർശനം ചെയ്ത് വരാമെന്ന് പറയുന്നത് നല്ല കാര്യങ്ങളാണ്. വേണ്ട താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വഴിയൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. सो दिल्ली टूरिज्म की ओर से सभी मेंबर का दिल्ली सिटी के अंदर वेलकम करते हैं. सो दिल्ली लोकल साइट सीइंग शुरू करने से पहले दिल्ली टूरिज्म के कुछ लोग कुछ बातें आपको बताई जाएंगी जिन्हें आप लोग शाम तक टूर करेंगे फॉलो करना पड़ेगा. फर्स्ट, सभी मेंबर बस के अंदर टूर करें. सबसे पहले आप लोग अपनी बस का नंबर नोट कर लेंगे. ആദ്യം നമ്മൾ എത്തുന്നത് ബിർള ടെമ്പിളിലാണ്. ബിർള ടെമ്പിളിലേക്കുള്ള വിസിറ്റാണ് ആദ്യം ഫസ്റ്റ് വിസിറ്റ്. ബിർള മന്ദിരം അടുത്ത് നിന്ന് നമുക്ക് ഇത് ചെയ്യാനുള്ള റെക്കോർഡിങ് അലവല്ല. ഇവിടെ നിന്ന് കടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്ന ഗേറ്റിൽ കാണാൻ പറ്റും. जो कैमरामैन एक ही जगह आपके साथ है, तो सभी मेंबर एक जगह पे उन्हें कॉपरेट करेंगे. ये लेफ्ट साइड पे जितना भी एरिया आप लोग विजिट कर रहे हैं, ये टोटल राष्ट्रपति भवन का बैक साइड एरिया है, जहां पर रहते हैं उनके बॉडी गार्ड मीन्स अंगरक्षक, जो राष्ट्रपति की बॉडी को गार्ड करते हैं. ये पूरा एरिया राष्ट्रपति भवन का बैक साइड एरिया है. और ये पूरा एरिया राष्ट्रपति भवन का जो इंडिया के अंदर दिल्ली सिटी के अंदर बना പഴയ 500 രൂപയുടെ നോട്ടിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ അനുസ്മരിപ്പിക്കുന്ന ഒരു നിശ്ചല ദൃശ്യമാണിത്. फ्रंट में जहां से स्टार्ट होता है 26 जनवरी का परेड. देखिए ज्यादा टाइम यहाँ पे नहीं है, मैं आपको बार बार अनाउंस कर रहा हूँ. पूरा एरिया वीवीआईपी एरिया, इंडियन आर्मी हेडक्वार्टर, सेना भवन, इंडियन आर्मी हेडक्वार्टर. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പാർലമെന്റ് ഭവനത്തിലേക്കാണ്. അതിനടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. പാർലമെന്റ് മന്ദിരമാണ് പുറയിൽ കാണുന്ന പുതിയ പാർലമെന്റ് മന്ദിരം. ഇത് രാഷ്ട്രപതി ഭവനാണ്. അതിനോട് അനുബന്ധമായിട്ടാണ് പ്രൈം മിനിസ്റ്ററിൻ്റെയും അമിത്ഷായുടെയും ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്.
സുരക്ഷാ കാരണങ്ങളാൽ അകത്തേക്കുള്ള സന്ദർശനം വിലക്കിയിരിക്കുന്നതിനാൽ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ബസ്സിലേക്ക് തിരികെ എത്തി. ഈ യാത്രയിലുടനീളം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ നമ്പർ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ബസ്സിൻ്റെ നമ്പർ മറന്നു കഴിഞ്ഞാൽ അവർ ബസ് വിട്ടുപോകും. നമുക്ക് വീണ്ടും അടുത്ത സ്റ്റോപ്പിലേക്ക് അവർ പറയുന്നിടത്തേക്ക് നമ്മൾ സ്വന്തം ചിലവിൽ പോകേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ഈ യാത്രയിൽ അവർ പറയുന്ന സമയം പാലിക്കേണ്ടത് അനിവാര്യമാണ്. So it actually name is First World War Memorial Gate. सुनना है, देखिए आप लोग बाहर से हैं, आप लोग टूरिस्ट हैं, मैं दिल्ली का लोकल हूँ, मेरे पास यहाँ पे कोई नहीं आएगा, खाली टारगेट आप है उनका। और ये चीज़ें हमारे लिए बहुत कॉमन है, रोजाना देखते हैं सब चीज़ें। ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. ഇന്ത്യ ഗേറ്റ് ദൂരെ കാണുന്നുണ്ടെങ്കിലും അതിന് മധ്യത്തെ ഭാഗത്തൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്, ഒരു ബിസി റോഡ് കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സബ്വേ താഴെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് റോഡിൻ്റെ താഴെ കൂടെ ഒരു വഴി നമ്മൾ താഴെ കൂടെ ഇറങ്ങി അപ്പുറത്തെ റോഡിൽ എത്താൻ പറ്റുന്ന ഒരു സബ്വേ ഉണ്ട്. ആ സബ്വേയിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് കടക്കും. വെള്ളിമുങ്ങ സിനിമയിൽ അജു വർഗീസ് ചോദിച്ച പോലെ ഇതിന് മതിലില്ലല്ലോ, ഗേറ്റ് മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു. ठीक है, कौन सा इसका है, कहाँ से है, कहाँ का है? सर तमिलनाडु तमिलनाडु सर, कंग्रेचुलेशन। थैंक यू सर। अच्छा, क्या नाम है आपका? सर सत्या। अच्छा सत्या। सर थैंक यू सर। हमारा टीम पिकअप ऑर्गेनाइजेशन तमिलनाडु भाई गजेंद्र वीडियो लो, पिकअप ऑर्गेनाइजेशन तमिलनाडु पे सर ग्रीन इंडिया बनाने हमारा नाम। थैंक यू सर। हमारा न्यूट्रिशन सेंटर इधर नगरी ऑर्गेनाइजेशन इंडिया पूरा रीच करना, इंडिया पूरा ग्रीन मेडिसिन ग्रीन। അങ്ങകലെയായി കാണുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയാണ്. മാറുന്ന ഇന്ത്യയുടെ മുഖം.